ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല നാടൻ കപ്പ പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻകറി കൂട്ടിയോ ചമ്മന്തി കൂട്ടിയോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു കപ്പ പുഴുക്കാണ് കേട്ടോ ഇത്. ഞാൻ ഇന്ന് ഈ കപ്പ പുഴുക്കിനൊപ്പം കഴിക്കാവുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിനായി 700 ഗ്രാം കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കപ്പയുടെ ഉള്ളിലുള്ള നാരൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ കപ്പ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വേവിക്കുന്നതിന് പകരം കുക്കറിൽ ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുത്താലും മതി കേട്ടോ. കപ്പ വേവിക്കാൻ വെച്ചത് ഇപ്പോൾ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ദേ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി പുഴുക്കിന് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനായി 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ചെറുള്ളിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ പുഴുക്കുണ്ടാക്കുമ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ മുളക് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. മിക്സി ജാറിലിട്ട് 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോവരുത്. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് പുഴുക്കുണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചുടച്ച് വെച്ച കപ്പ ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി ഒതുക്കി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാടൻ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നാടൻ മത്തിക്കറിക്കൊപ്പമോ ചമ്മന്തിക്കൊപ്പമോ ഒക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ കപ്പ പുഴുക്കിനൊപ്പം കഴിക്കാവുന്ന ഒരു സ്പൈസി ചമ്മന്തിയുടെ റെസിപ്പി കാണാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചുട്ടെടുത്ത ഉണക്കമുളക് ഒരു 6 എണ്ണം ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളിയും 12 എണ്ണത്തോളം ചെറുള്ളിയും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ദേ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടി കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ലൂസ് പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്പൈസി ചമ്മന്തി റെഡിയായി. ഇനി ഇതും കൂട്ടി ഈ കപ്പപ്പുഴുക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.